Come on, young man, what are you waiting for? Enikku, kiss her. I know you are a rock star. Love song പാടുന്നുണ്ടല്ലോ. എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലേ? Come on, get up and kiss her. ആരോ നിങ്ങളുടെ പേഴ്സ് എടുത്തോണ്ട് ഓടിപ്പോയി. അവിടെ സ്റ്റോപ്പ് പിടിക്കോനെ. അയ്യോ എന്റെ പേഴ്സ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ടല്ലോ. എന്തായിരുന്നു ഇതെന്താ ഇത്? അല്ല അവരെവിടെ പോയി? അവരെ കാണാനില്ലല്ലോ. അവരോടൊന്നും ഇല്ലല്ലേ? ഇല്ലല്ലോ. എന്നാ പിന്നെ കൈ നോട് എന്നാലേ ഇവിടെ ഉള്ളൂ. മണ്ടബുദ്ധിയാണെങ്കിലും ഇത് ക്യൂട്ടാണ്. നിങ്ങൾ വിട്ട ആൾ എപ്പോ വരും ഏട്ടത്തി? വരുവോ അതോ പറ്റിക്കോ? ഇല്ല അലിയ, അയാൾ ഉറപ്പായും വരും, ഉറപ്പായും. എന്താ നോക്കുന്നത്? ഞാനിങ്ങനെയൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവര് കൊടുത്ത വാക്കിന് നല്ല വിലയുള്ളവരാണെന്ന് അവര് പറഞ്ഞതാണ്. അവരെന്തായാലും വന്നിരിക്കും, നോക്കിക്കോ. എന്നിട്ട് എവിടെ നിങ്ങൾ അയച്ച ആള്? ബുൾബുൾ ആണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ എത്താം. കുറച്ച് ക്ഷമ കാണിക്കാം അലിയ, അവൻ വരും. അത് നോക്ക അവൻ വന്നു. ഞാൻ പറഞ്ഞില്ല അവൻ വരുന്ന്. അയ്യോ ഷ്യൂർ? ഇത് അയാള് തന്നെയാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അയാള് തന്നെ. നിക്ക്, ഞാൻ പോയി നോക്കട്ടെ. ഏയ് എങ്ങ പോണ്ട, ഇവിടെ ഇരിക്കും. അത് കണ്ടു, അയാൾ നമ്മുടെ നേരെ വിരൽ പൊക്കി കാണിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് താമസപ്പ് കാണിച്ചു. ഇനിയെങ്കിലും വിശ്വസിച്ചൂടെ? കണ്ടോ, അവൻ എത്തിയില്ലേ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ. ഇനി കണ്ടോ അവൻ എങ്ങനെ ജോലി ചെയ്യുന്നു. പാവം ബുൾബുൾ വിവാഹത്തിനുള്ള വസ്ത്രം വാങ്ങാൻ വരുന്നു. ഇനി കുറച്ചു സമയം കഴിയുമ്പോ അവൾക്ക് അതേ വസ്ത്രം വെച്ച് അവളുടെ മുഖം മറച്ചു പിടിക്കേണ്ടി വരും. ഹലോ, അത് സാരമില്ല. അത് ബുൾബുൾ വരുന്നുണ്ട്. എന്റെ പൊന്നെ, ഇതിനിടയ്ക്ക് ആരാ ഹീറോ ആയിട്ട് ഇതിനിടയിൽ വന്നത്? ഇത് കോർപ്പറേറ്റ് അല്ലേ? ബുൾബുൾ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബുൾബുൾ, അയാളല്ല, നീയാണ് എന്നെ കൊല്ലാൻ നോക്കിയത്. ബുൾബുൾ, ഞാൻ നിന്നെ കൊല്ലാനോ? ഓഫ് കോഴ്സ് നീ എന്നെ കൊല്ലാൻ നോക്കി. ഇയാൾ വന്ന് എന്നെ രക്ഷിച്ചില്ല. നീയല്ലേ? ബുൾബുൾ, അയാൾ നിന്നെ കൊല്ലാനാ വന്നത്, രക്ഷിക്കാനല്ല. പ്ലീസ് ജസ്റ്റ് ഷട്ട് അപ്പ്, ഓക്കേ? എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. പിന്നെ നിന്റെ കഥകളും. എന്നെ വിശ്വസിക്കാനോ? തരംതാണ ചിന്തയും പ്രവൃത്തികളും ഉള്ള നിങ്ങളെ ഞാൻ വിശ്വസിക്കാനോ? ഞാൻ നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ബുൾബുൾ. നീ സേഫ് അല്ല. Just leave my hand. ബുൾബുൾ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. വിടാനാ പറഞ്ഞേ.
ഈ മെഹന്തി എന്തിനാ നീട്ടിരിക്കുന്നത്? അറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? ബുൾബുൾ, ഈ മെഹന്തി എന്തിനാ ഇട്ടിരിക്കുന്നതെന്ന് പറയാൻ. അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യും? എനിക്കറിയണം നീ എന്തിനാ ഈ മെഹന്തി ഇട്ടിരിക്കുന്നത്. Just leave me. എന്റെ മുന്നിൽ എന്നെ മേലെ വന്നു പോരുത്. ബുൾബുൾ, ഞാൻ പറയുന്നത് കേക്ക് ബുൾബുൾ. എണീപ്പിക്കവനെ, എണീപ്പിക്കണ. നീ ആരാടാ? ഏയ് ഏയ് എണീക്കാൻ, എണീക്കാൻ. ഏയ് ആരാ നീ? ആരാ നീ? ആരാ നീ? നീ അവളെ എന്ത് ചെയ്യാനാ വന്നത്? അവളെ എന്ത് ചെയ്യാനാ വന്നതെന്ന് പറയാൻ പറയില്ലടാ നീ. ആരാ നീ? നിന്റെ പേരെന്താ? ആദ്യം പറഞ്ഞിട്ടാ വന്നത്. പറഞ്ഞില്ലെങ്കിൽ ഇടികൊണ്ട് ചാവും നീ. ശരിക്കും ഇടികൊള്ളും നീ. മരിക്കുന്നതൊരു ഇടിക്കും ഞാൻ. പറ. പറയില്ല നീ, പറയില്ല നീ, പറയില്ലല്ലേ നീ? ഇങ്ങനെ വെച്ചവൻ പറയില്ല. കൊണ്ടുവാ, കൊണ്ടുവനെ. പറ, പറ, പറയാൻ. ഇല്ലെങ്കിൽ ഈ ആസിഡിന്റെ മുഖത്തിലാവും. പറ. ഞാൻ പറയാം. അവൻ നമ്മളെ കാണിച്ചു കൊടുത്തു. പോയി ഇവിടുന്ന്. പെട്ടെന്ന് പോ. വണ്ടി എടുക്ക. ഫോളോ ചെയ്യ്. വണ്ടി എടുക്കാൻ, വണ്ടി എടുക്കാൻ. പെട്ടെന്ന്, പെട്ടെന്ന്. ഇരിക്കുന്ന കണ്ടാ തോന്നും എല്ലാ തെറ്റും എന്റേതാണെന്ന്. ഞാൻ എന്ത് ചെയ്തു? ഇല്ല, നീ ഒന്നും ചെയ്തില്ല. ഞാനൊന്നും ചോദിച്ചില്ല. നീ മിണ്ടാതിരുന്നെങ്കിൽ ആ അങ്കിളും ആന്റി നമ്മളെ ടോർച്ചർ ചെയ്യില്ലായിരുന്നു. അതാണ് എന്റെ പ്രോബ്ലം. എന്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാറില്ല. എന്ത്? എന്താ? ഒന്നുമില്ല. ഞാൻ പറയാൻ വന്നത്, അത് പിന്നെ നിങ്ങൾക്കല്ലേ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എനിക്ക് ആക്ച്വലി നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ട്രാഫിക് ജാം ആണല്ലോ ഇവിടെ. എന്തായി കാണിക്കുന്ന? പുറകിലേക്ക് പോയി, പുറകിലേക്ക് പോയിരിക്കും. ഹലോ. ഇന്നത്തെ ദിവസേ ശരിയല്ല. വിചാരിച്ചതൊന്നും നടന്നില്ല. നടക്കുന്നതൊക്കെ വിചാരിക്കാത്തതും. ആ റെസ്റ്റോറന്റിലാണെങ്കിൽ സമാധാനം കിട്ടിയില്ല. എന്നാ പിന്നെ തിരിച്ചു പോവാം. എങ്ങോട്ട്? ഹോട്ടലിലേക്ക്. ചായ കുടിക്കാം. ആ പേരും പറഞ്ഞ് അങ്കിളും ആന്റിയെ കാണാം. നമുക്ക് ചോദിച്ചു നോക്കാം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന്. ചിലപ്പോ വേണ്ട. ഒരു ചായക്ക് വേണ്ടി അത്ര വലിയ റെസ്റ്റോറന്റിലൊന്നും പോണ്ട. എന്റെ കയ്യില് വേറെ നല്ല ഐഡിയ ഉണ്ട്. നിർത്ത്, വണ്ടി ഒന്ന് നിർത്തൂ. ദേ അത് കണ്ടോ ചായക്കട? അവിടെ പോയി ചായ കുടിക്കാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ റോക്ക് സ്റ്റാർ ഇമേജിനെ ബാധിക്കില്ലെങ്കിൽ അവിടെ പോയി നമുക്ക് ചായ കുടിക്കാന്നാ. യു മീൻ ഈ റോഡിന്നോ? അതെന്റെ ഫേവറേറ്റ് തന്നെയാണ്. പക്ഷേ ഒരുപാട് നാളായി ഇങ്ങനെയൊക്കെ കുടിച്ചിട്ട്. നിങ്ങളൊന്ന് കുടിച്ചു നോക്ക്, നല്ല രസാ. ഐ പ്രോമിസ്. കമോൺ തരൂ. ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ എന്തിനാ വന്നേ അബി? ഇന്ന് ഇവിടെ നമ്മൾ ചായ കുടിക്കുന്നത്. അയ്യേ, ഇവിടെ വേണ്ട അബി. നമുക്ക് ഇവിടുന്ന് കുടിക്കണ്ട. വേറെ എവിടെയെങ്കിലും പോവാം. നീ എന്താ പറയുന്നത്? നല്ല സ്ഥലം ഇത്. ഇവിടെ നല്ല ചായ കിട്ടും. നീ കുടിച്ചു അബി, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കുടിക്കാം. റിലാക്സ്. ചേട്ടാ 2 ചായ. ഇതാ സാർ, നല്ല ചൂടുള്ള ചായ. വരട്ടെ. Cheers. നിനക്കറിയോ തരും, എനിക്ക് എപ്പോ ടെൻഷൻ വന്നാലും ഞാൻ ഇവിടെ ഒന്ന് ചായ കുടിക്കും. അപ്പൊ എന്റെ ടെൻഷൻ ഓടിപ്പോവും.
വേഗം. നിനക്ക് എന്തിനാ ടെൻഷൻ? ചായ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ചായ റെഡി. അഭിഷേക്, പപ്പു, നീ നിനക്കെന്നെ മനസ്സിലായോ? ഈടാ എവിടെ വെച്ച് ഞാൻ നിന്നെ തിരിച്ചറിയൂടാ പപ്പു. നിന്നെ ഞാൻ ലക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തിരിച്ചറിയും. കാരണം നീയാണ് എന്റെ ക്ലോസ് ഫ്രണ്ടും റോക്ക് സ്റ്റാറും. ഓൾവേസ്. നീ ഒരുപാട് മാറിപ്പോയി കേട്ടോ. പക്ഷേ നിനക്കൊരു മാറ്റമില്ല. നിനക്ക് ഓർമ്മയുണ്ടോ ആ പാട്ട്? പോം 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 പോം. ഇതാരാടാ? നിന്റെ കൂടെ വന്നേണോ? ഇദ്ദേഹത്തിന്റെ ഭാര്യ. അയ്യോ, എന്റെ ചേച്ചിയാണോ? നമസ്കാരം. സുഖാണോ? സുഖ. വണ്ടി വേഗം ഓടിക്ക്, അവരുടെ പുറകെ വിട്. താങ്ക് ഗോഡ് ആലിയ, നീ കോർപ്പറേറ്ററിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പ്രോബ്ലത്തിൽ കുടുങ്ങിയാനെ. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു എന്നാ. ആ കോർപ്പറേറ്റർ നമ്മുടെ പുറകെ കൂടി, അതിന്റെ കൂടെ ആ അബിയും. അവന് വരാൻ കണ്ട നേരം. ഏട്ടനോ? ഏട്ടൻ എവിടെയായിരുന്നു? അവൻ അവിടെ ആ ട്രാഫിക് സിഗ്നലിൽ ഭയങ്കര ജാമായിരുന്നില്ലേ, അപ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്ന മൈഥിലിയെടുത്തി? എങ്ങനെ പറയാനാ ഞാൻ? നിന്റെ ശ്രദ്ധ തന്നെ മാറിപ്പോയനെ. നീ അബിയെ നോക്കുന്ന സമയത്ത് കോർപ്പറേറ്റർ വന്ന് നമ്മളെ പിടിച്ചേനെ. മൈഥിലിയെടുത്തി നിങ്ങളെ കൊണ്ട് എനിക്ക് സോറി ആലിയ, സോറി. What the hell? എന്റെ കയ്യിൽ നിന്ന് വിടണോ? How dare you? നീ എന്ത് വിചാരിച്ചു? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്നോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നി ബുൾബുളിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ നോക്കാൻ? ആ മുഖം മാത്രമാണ് എന്റെ മനസ്സിൽ രാവും പകലും ഉള്ളത്. ആ മുഖമല്ല നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയത്. ഞാനിനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഇല്ലില്ല, ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ഞങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത്? മൂന്നുപേരുടെയും മുഖത്തേക്ക് നോക്ക്. ഞങ്ങളെ കണ്ടിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ മറ്റൊരു ആവശ്യത്തിന് പോകുന്ന വഴിയായിരുന്നു. ആസിഡ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആസിഡ് ഞങ്ങളുടെ ടോയ്ലറ്റിൽ പോയി. നീ മിണ്ടിപ്പോകരുത്. നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഇതിനു മുമ്പ് നീയും നിന്റെ അച്ഛനും ചേർന്ന് എന്നെ പറ്റിച്ചു. ഇത്തവണ നിന്റെ ഡ്രാമ ഇവിടെ നടക്കില്ല. ഇത്തവണ നിങ്ങൾ എല്ലാവരോടും ഞാൻ പകരം വീട്ടിയിരിക്കും. ഇൻസ്പെക്ടർ സാർ, ഞാൻ 3 പെൺകുട്ടികളെ പിടികൂടിയിട്ടുണ്ട്. അവർ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചിരിക്കുക. ഞാൻ അവരെ കൊണ്ടുവരാം. ശരി. Look mister, calm down, okay? എനിക്ക് നിങ്ങളോട് യാതൊരു ശത്രുതയില്ല. നോക്കൂ മാഡം, നിങ്ങൾ എല്ലാവരും ചേർന്ന് ബുൾബുളിന്റെ മുഖം നശിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ നിങ്ങളുടെ എല്ലാം ജീവിതം നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് നീരജ് മാധവ് എന്നല്ല. വരാൻ. ലിസൺ, നീ വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത് മിസ്റ്റർ നീരജ് മാധവ്. അതിന്റെ പേരിൽ നീ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. ഐ എം വാർണിംഗ് യു. ആയിക്കോട്ടെ, പക്ഷെ ഞാൻ നിങ്ങളോട് പകരം വീട്ടിയ ശേഷം മാത്രം. നീ ഈ വണ്ടി എടുക്ക. നീ എന്നോട് വാ. അതെ, നിങ്ങൾക്ക് മ്യൂസിക്കിൽ ഇത്ര ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ പിന്നെന്താ നിർത്തിയത്? എന്ത് ചെയ്യാനാ ചേച്ചി, എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആയിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പോ ആർക്കും ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോഴും ഒരുപാട് പേർക്ക് ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഇൻട്രസ്റ്റാ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാത്തിരുന്നാ മതിയായിരുന്നു. നിങ്ങൾ ഇദ്ദേഹത്തെ നോക്കൂ. ഇദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ടൈപ്പ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടായിരുന്നു? പക്ഷെ തോൽക്കാൻ ഇദ്ദേഹം തയ്യാറല്ലായിരുന്നു. ഇദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. വിജയം ലഭിക്കുന്നവരെ കാത്തിരുന്നു. എല്ലാവരും ഇദ്ദേഹത്തെ പോലെ ആകാൻ ശ്രമിക്കണം എന്നാ എനിക്ക് പറയാനുള്ളത്. ആത്മവിശ്വാസത്തോടെ വീണ്ടും നിങ്ങൾ പാടാൻ തുടങ്ങണം, എന്നിട്ട് കാത്തിരിക്കണം. അപ്പോഴെല്ലാം. നീ എനിക്ക് ഇതിന്റെ നമ്പർ തന്നില്ലല്ലോ. എഴുതിക്കോ. എന്റെ മൊബൈൽ ഇവിടെ. ചിലപ്പോ വണ്ടിയിലായിരിക്കും, ഞാൻ എടുത്തിട്ട് വരാം. എനിക്ക് നന്നായിട്ട് അറിയടാ നീ എന്താ ആലോചിക്കുന്നതെന്ന്. അവളിങ്ങനെ ആളൊരു ടൈപ്പാണ്. എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒന്നും നിർത്തത്തേയില്ല. ഞാനിത് എപ്പോഴും പറയും, പക്ഷേ അവള് കേട്ടാലല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, സൂക്ഷിച്ച്. ചേച്ചിയെ കുറിച്ച് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അതെ, സമ്മതിച്ചു, നീ ടാലന്റഡ് ആണ്. പക്ഷെ ചേച്ചിക്കും വലിയ കുറവൊന്നുമില്ല കേട്ടോ.
നീ വെറുതെ കുറ്റം കണ്ടുപിടിക്കുകയാണ്. അല്ല, ചേച്ചി പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഞാൻ സമ്മതിച്ചു, അവർക്ക് മ്യൂസിക്കൽ നോളജ് ഒന്നുമില്ല. പക്ഷെ അവർക്ക് ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. എനിക്കും നിനക്കുമൊക്കെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയാം. അതേടാ, എനിക്കറിയാം. നീ വലിയ ആളാണെന്നും രാവും പകലും ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ആയി തിരക്കായിരിക്കുമെന്നും. അപ്പോൾ ചേച്ചി പറയുന്ന കാര്യങ്ങൾ നിനക്കെങ്ങനെ മനസ്സിലാവാനാണ്? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. നീ കാണുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവർക്ക് സൗന്ദര്യമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ മനസ്സ് അതുണ്ടാവില്ല. പക്ഷെ നീ വലിയ ഭാഗ്യവാനാണ്. ചേച്ചി ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് ആണ്. വളരെ സെൻസിറ്റീവ് ആണെങ്കിലും സെൻസിബിൾ ആണ്. മറ്റുള്ളവരുടെ വാക്കുകൾ ഈ കാതിലെ കേൾക്കാറുള്ളൂ, പക്ഷെ അവരുടെ വാക്കുകൾ ദേ ഇവിടെ ഈ ഹൃദയത്തിലാണ് തട്ടിയത്. റോക്ക് സ്റ്റാർ നീ നിന്റെ അധ്വാനം കൊണ്ട് നേടിയതാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു ഭാര്യ നിനക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് കിട്ടിയ കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കഴിഞ്ഞോ നിന്റെ വാശിയൊക്കെ? വാശിയോ? എന്ത് വാശി? നീ എന്താ കരുതിയത്? ഞങ്ങൾ അറിയില്ലെന്നോ നീ പ്രിയ ചേച്ചിയുടെ അടുത്തേക്ക് പോയത്? ആര് പറഞ്ഞു? ആര് പറയാൻ ചേച്ചി അല്ലാതെ? ഇംപോസിബിൾ. ഞാൻ പറയാൻ ഏൽപ്പിച്ച കാര്യം പോലും അവള് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതെങ്ങനെ അറിഞ്ഞു? എന്ത് കാര്യം? ഞാൻ എന്തിനാ പറയുന്നേ? അമ്മ അമ്മയുടെ മോളോട് തന്നെ ചോദിക്കും. ബുൾബുൾ നിക്ക്. അമ്മ കണ്ടില്ലേ ചെല്ലക്കുട്ടിയുടെ കാര്യം? നിന്നെയും കാണുന്നുണ്ട്, അവളെയും കാണുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിശ്ചയത്തിന്റെ സമയത്ത് പ്രിയയുടെ അവിടെ ചെല്ലുമ്പോ ചോദിച്ചുകൂടെ? വെറുതെ എന്തിന് ടെൻഷൻ അടിച്ച് BP കൂട്ടുന്നു? അത് ഞാൻ എന്തായാലും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവളുടെയും പ്രിയയുടെയും കാത് ഞാൻ പൊന്നാക്കും. ആ, നീ എന്നെ കൊല്ലാൻ നോക്കായിരുന്നല്ലേ? ബുൾബുൾ, ഞാൻ നിന്നെ കൊല്ലാൻ. Of course നീയാണ് എന്നെ കൊല്ലാൻ നോക്കിയത്. ഇയാൾ എന്നെ രക്ഷിച്ചില്ല, അല്ലെങ്കിൽ നീ എന്നെ. ബുൾബുൾ, അയാൾ നിന്നെ കൊല്ലാനാ വന്നത്, രക്ഷിക്കാനല്ല. Please just shut up, okay? ബുൾബുൾ, ബുൾബുൾ, Just leave me. എന്നെ വിശ്വസിക്ക്. നീ മുന്നിൽ എങ്ങാനും വന്നാ. ബുൾബുൾ, ബുൾബുൾ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഹലോ ഹലോ ചേച്ചി, നീ ഇപ്പൊ എവിടെയാ? എനിക്ക് നിന്നെ കാണണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തു പറ്റി? എനിക്ക് മാത്രം എന്താ ചേച്ചി എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്ത് നല്ല കാര്യം സംഭവിക്കുമ്പോഴും ഇവൻ എവിടെന്നെങ്കിലും കയറി വരും. അവനെ വെറുതെ വിടാൻ പാടില്ല. അവനൊരു പാഠം പഠിപ്പിക്കണം ജീവിതകാലം മുഴുവൻ. മോളെ, നീ ആദ്യം ശാന്തമാവ്, ടെൻഷൻ ആകാതെ. ഇന്ന് നിന്റെ നിശ്ചയമാണ് ബുൾബുൾ. ഇന്ന് നീ ഇതിനെ കുറിച്ച് ഒന്നും ഓർക്കണ്ട. ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് ഓർത്ത് പേടിച്ച് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. മോളെ, നീ വിഷമിക്കാതിരിക്കെ. ഞാൻ നിന്റെ ചേട്ടനോട് സംസാരിക്കാം, അദ്ദേഹം എല്ലാം ശരിയാക്കും. ശരി ചേച്ചി. നോക്ക്, നിനക്ക് അറിയില്ല നീ എത്ര വലിയ തെറ്റാ ചെയ്യുന്നെന്ന്. യു ഹാവ് നോ ഐഡിയ ഹു ഐ ആം, ഓക്കേ? ഇപ്പോഴും സമയമുണ്ട്. ഞങ്ങളെ അവിടെ കൊണ്ടുപോയി തന്നെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ നീ പശ്ചാത്തപിക്കും. ആണോ? നീ ഏതെങ്കിലും മിനിസ്റ്ററുടെ മകളാണോ അതോ പോലീസുകാരന്റെ മകളോ? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ആരുടെ പേര് വെച്ച് അഹങ്കരിച്ചാലും കുറച്ചു സമയത്തിനകം ആ പേര്, എന്തിനാ നിന്റെ പേര് പോലും നീ മറക്കും. എന്റെ സഹോദരന്റെ പേര് കേൾക്കുമ്പോ നീ നിന്റെ പേരാണ് മറക്കാൻ പോകുന്നത്. അഭിഷേക് മേനോൻ എന്നാണ് ഏട്ടന്റെ പേര്. അബിയുടെ അനിയത്തി ആലിയ മേനോനാണ് ഞാൻ. പേരെന്താ പറഞ്ഞത്? എന്താ? എന്തു പറ്റി? കേട്ടപ്പോ ഞെട്ടിപ്പോയോ? ഒന്നുകൂടി പറയണോ? അഭിഷേക് മേനൻ എന്ന് വെച്ച അഭിഷേക് R മേനൻ എന്നാണ് ഏട്ടന്റെ പേര്. പേര് കേട്ടപ്പോ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ എന്റെ ഏട്ടൻ ഇവിടെ നേരിട്ട് വന്നാ പിന്നെ എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഇവന് പ്രാന്തായോ? എന്റെ ദൈവമേ, ഇതിപ്പോ ലോട്ടറിയുടെ കൂടെ ഡബിൾ ജാക്ക്പോട്ടായി മാഡം. 2 ശത്രുക്കൾ ഒരുമിച്ചു. നല്ല രസമായിരിക്കും. നീ എന്ത് കരുതി? നിന്റെ സഹോദരന്റെ പേര് കേട്ടാൽ ഞാൻ നിന്നെ വെറുതെ വിടുമെന്നോ? വളരെ വലിയ തെറ്റാ മാഡം നീ ചെയ്തത്. നിന്റെ സഹോദരൻ അന്ന് ആ ഹാളിന്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു. അതിന് പകരം ഞാൻ വീട്ടിയിരിക്കും. ഇന്ന് ഉറപ്പായി ഞാൻ പകരം വീട്ടിയിരിക്കും.